പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഇവിടെ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തിരുവെഴുത്ത് പലപ്പോഴും പല ചോദ്യജനങ്ങൾക്കും പലരുടെയും ചോദ്യങ്ങൾക്കും മുമ്പിൽ നിരത്തി വെക്കുന്നതുമായ ഒരു ദൈവവചനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവപുത്രന് മനുഷ്യപുത്രനാകാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവപുത്രന് മനുഷ്യപുത്രനാകാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തവും ശക്തമായി പൗലോസ് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവപുത്രന് മനുഷ്യപുത്രനാകാൻ കഴിയും. ഹല്ലേലൂയ. ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഈ ദൈവപുത്രനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നവിടെ എഴുതിയിട്ട് അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:14 വരുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, വചനം ജഡമായി തീർന്നു ഹൃദയ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് ദൈവപുത്രന് മനുഷ്യപുത്രനായി തീരുവാൻ കഴിയുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഇവിടെ നമുക്ക് വ്യക്തവും ശക്തമായി പഠിക്കുമ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പവും ഒരു ചോദ്യചിഹ്നത്തിന്റെയും ആവശ്യമില്ല എന്നുള്ളത് സകലർക്കും അറിയാമെങ്കിലും പക്ഷേ മനുഷ്യൻ ചില കുരുട്ട് ബുദ്ധികൾ കൊണ്ട് ഇന്നും ചോദിക്കുകയാണ്, ദൈവപുത്രന് മനുഷ്യപുത്രനായി തീരുവാൻ കഴിയുമോ? എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത്? ഇവിടെ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യ കുലത്തിലും പെട്ടവർ പാപികളാണ്, സകല മനുഷ്യരും പാപികളാണ്. അപ്പം മനുഷ്യകുലത്തിലെ സകല പാപികളെയും പാപത്തിൽ നിന്നും അഥവാ നരകാഗ്നിയിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് വിടിവിക്കുവാൻ അവനെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നു, അഥവാ ഒരു വീണ്ടെടുപ്പുകാരൻ വരേണ്ടിയിരുന്നു. അങ്ങനെ ഒരു രക്ഷകൻ വീണ്ടെടുപ്പുകാരൻ വരണമെങ്കിൽ വചനമായിരുന്ന ദൈവം ജഡരൂപമായി മാറിയേ ഒക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പിതാവായി ദൈവം തന്റെ ഹിതപ്രകാരം എന്ത് ചെയ്തത്? വചനമായിരുന്ന ആ ദൈവം ജഡരൂപം എടുത്ത് അഥവാ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ സത്യദൈവവും ലോകത്തിന്റെ വലിയ പാപത്തിൽ നിന്ന് സത്യദൈവവും ലോകത്തിന്റെ പാപത്തിൽ നിന്നും സകല പാപികളെയും രക്ഷിച്ച അഥവാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദൈവമാകുന്നു നമ്മുടെ കർത്താവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ദൈവം സത്യദൈവമാണ്. അപ്പോൾ തന്നെ ലോകത്തിന്റെ സകല ജനത്തെയും പാപത്തിൽ നിന്നും സകല പാപികളെയും രക്ഷിച്ച അഥവാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദൈവമാകുന്നു എന്ന് ഫിലിപ്പി ലേഖനം 2:6 തന്നെ വായിച്ചു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക എന്നാണ് പറയുന്നത്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശു സൃഷ്ടാവാൻ ദൈവമാണ്. യേശു സൃഷ്ടാവാൻ ദൈവമാണെന്ന് 2 തർക്കമിൽ ഒരേ ഒരു വാദം മാത്രമേ ഉള്ളൂ. പിന്നെ പലരും ഇതിനെക്കുറിച്ച് വാദിച്ചും വ്യാഖ്യാനിച്ചും ഒക്കെ തെറ്റായി ചിന്തിക്കുന്നവരുണ്ട്. അവരവരുടെ വഴിക്ക് പോകട്ടെ. ഹല്ലേലൂയ. എന്നാൽ മാനവകുലം മുഴുവൻ പാപത്തിൽ വീണ് പാപത്തിന് അധീനമായി സ്വർഗരാജ്യം നഷ്ടപ്പെട്ട് നിത്യത നഷ്ടപ്പെട്ട് മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതിരുന്നപ്പോൾ പഴയ നിയമ പ്രമാണങ്ങൾക്ക് അന്നത്തെ യാഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും. അങ്ങനെ ദൈവപുത്രൻ മനുഷ്യപുത്രന്റെ സാദൃശ്യത്തിലായി സകല മാനകുലത്തിന്റെയും പാപം തന്റെ മേൽ ചുമത്തിക്കൊണ്ട് കാൽവരി ക്രൂശിൽ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയത്. അപ്പോൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രനായിരിക്കുന്ന കർത്താവ് മനുഷ്യപുത്രനായി മാറി. കാരണം ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലയിൽ ദൈവപുത്രൻ മനുഷ്യനായി വന്നെങ്കിൽ മാത്രമേ മനുഷ്യന്റെ വേദനകളും മനുഷ്യന്റെ സങ്കടങ്ങളും മനുഷ്യന്റെ ദുഃഖങ്ങളും അറിയാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ നിന്നെ രക്ഷിക്കുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ മത സിദ്ധാന്തങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ രാജ്യരാഷ്ട്ര തലമാർക്കോ കഴിയുകയില്ല. നിന്റെ പാപത്തിനെ വീണ്ടെടുത്ത് നിന്നെ രക്ഷ നൽകി നിനക്ക് നിത്യമായ നിത്യജീവൻ നൽകണമെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന കർത്താവ് മനുഷ്യപുത്രനായി നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്നു എന്ന് നീ എപ്പോൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയ വ്യതിയാനങ്ങൾ പുതിയ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പലർക്കും യേശു ജഡരൂപത്തിൽ വന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് യേശു മനുഷ്യ സാദൃശ്യനായി വന്നു എന്ന്
ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പലരുടെയും പാപം ഇന്നും അവരുടെ മേൽ നിൽക്കുകയും അവർ പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ സ്നേഹത്തിലും രക്ഷയിലും വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് പലർക്കും രക്ഷ പ്രാപിക്കാനും കഴിയുന്നില്ല. അവനിൽ വിശ്വസിക്കുന്നത് വഴി അനേകർ നിത്യജീവനെ പ്രാപിക്കുകയും ദൈവമക്കളായി തീർന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു. അവർ നീതിമാന്മാരായി മാറുന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുക. ഞാൻ മുമ്പ് ആവർത്തിച്ചില്ല, ഈ ലോകത്തിലുള്ള സകല മാനവകുലവും പാപത്തിൽ ജീവിക്കുന്നവരാണ്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ, അതിനെ കേൾക്കുന്ന സ്നേഹിത, നിനക്കൊരു മരണമുണ്ട്, മരണാനന്തരം നിനക്കൊരു ജീവിതമുണ്ട്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് നീ തിരിച്ചറിവുള്ളവനായിരിക്കണം. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമി നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ആമീൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുകയും നിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ യേശു മരിച്ചു, ആ മരണത്തിലൂടെ നിനക്ക് രക്ഷ നൽകി, രക്ഷയുണ്ട് എന്നുള്ള തിരുവെഴുത്ത സത്യത്തെ നീ വിശ്വസിച്ചുകൊണ്ട് ഹൃദയം കണ്ട് ഏറ്റുപറയുമ്പോൾ ആ രക്ഷയുടെ അനുഭവം നിന്റെ ഉള്ളിൽ വരും. നിന്റെ പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, അന്ധകാരങ്ങൾ, നീ ഇന്നുവരെ അനുഭവിക്കുന്ന എല്ലാ ആമീൻ ദുർഘട സമയങ്ങൾ, ആമീൻ സാധാ മേഖലകളിൽ നിന്നെ വിടുവിച്ച് നിനക്ക് നിത്യതയുടെ അനുഭവത്തെ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു സകലത്തിനും മതിയായവനാണ്. അവൻ ഏക സത്യ ദൈവമായി കർത്താവാണ്. സകലത്തിൻ്റെയും രൂപകൽപ്പന ചെയ്തവൻ അവൻ തന്നെയാണ്. ആകയാൽ അല്ലെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തണം. പാപികളെ അവരുടെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല. മനുഷ്യന്റെ പാപത്തിന് രക്ഷ നൽകുവാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമുക്കും മരണമുണ്ട്, മരണാനന്തര ജീവിതം നിത്യതയിലെത്തണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. അത് ഈ തിരുവെഴുത്തും വായിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്ക് താങ്കൾ ആരുമായിരിക്കട്ടെ, താങ്കൾ എന്തുമായിരിക്കട്ടെ, താങ്കളുടെ ജീവിതമോ സാഹചര്യമോ കുടുംബമോ പശ്ചാത്തലമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, നിങ്ങൾ ദൈവത്തിന്റെ മകളാണ്. ജാതി, മത, വർഗ, വർണ്ണം വ്യത്യാസമില്ലാതെ സകലരെയും സ്നേഹിക്കുന്ന ദൈവം ആ സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു മനുഷ്യപുത്രനായി മാറി. ഹല്ലേലൂയ. അത് വിശുദ്ധ വേദപുസ്തകം സത്യമായിട്ട് നമ്മെ വെളിപ്പെടുത്തുകയാണ്. അപ്പം പാപികളെ രക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ നിയമമായിരുന്നു ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത്. അത് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണമാണെന്ന് റോമാലേഖനം 8:2 കാണാൻ കഴിയും. അതെ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ രക്ഷ നേടുവാൻ നമ്മെ സഹായിക്കുന്നുവെന്ന് റോമാലേഖനം 5:1 കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രമാണത്തെ നിങ്ങൾ വിശ്വസിച്ച് യേശു നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു മനുഷ്യപുത്രനായി വന്നതെന്നും അവൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചുവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തും. അതെ, സമാധാനം കിട്ടും. സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. എൻ്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ നീങ്ങിക്കിട്ടും. ആരെങ്കിലും യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നു മാനകുലത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തുവാനുള്ള ആ തിരുവെഴുത്ത് യാഥാർത്ഥ്യ സത്യങ്ങളെ ജനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധി വരുത്തി നിത്യതയിൽ പങ്കാളികളായി തീരുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.